ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 8ാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രം 2021-22 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണിത്. അപ്പോൾ അടിസ്ഥാന ശാസ്ത്രം നമുക്കറിയാം, ബേസിക്കലി 3 സബ്ജക്റ്റ് ആണുള്ളത്: ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. ഓക്കെ, ഓരോന്നും നമ്മൾ സെപ്പറേറ്റ് വീഡിയോസ് ആയിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഊർജ്ജതന്ത്രം അഥവാ ഫിസിക്സിൻ്റെ മലയാളം മീഡിയം ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. അപ്പോൾ എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് എന്ന് വായിച്ചു നോക്കാം. 1 മുതൽ 5 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഏതെങ്കിലും 4 എണ്ണത്തിന് ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെ ചോദ്യം: 1ാം പദജോടി കണ്ടെത്തി 2ാം പദജോടി പൂർത്തിയാക്കുക. വൈദ്യുത ചാർജ് കുളോം. അങ്ങനെയാണെങ്കിൽ കപ്പാസിറ്റൻസിൻ്റെ യൂണിറ്റ് എന്താണ്? ഫാരദ് എന്നുള്ളതാണ് അല്ലേ, ഫാരദ്. 2, ഒരു സോളാർ ദിനം എത്ര സെക്കൻഡ് ആണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 24 സെക്കൻഡ്, 60 സെക്കൻഡ്, 86,400 സെക്കൻഡ്. എത്രയാണ്? 86,400 സെക്കൻഡിനെയാണ് നമ്മൾ ഒരു സോളാർ ദിനം എന്ന് പറയുന്നത്. 3, വസ്തുക്കളുടെ ആകൃതിയിൽ മാറ്റം വരുത്തി ഘർഷണം കുറക്കാനുള്ള മാർഗം ഏത് പേരിൽ അറിയപ്പെടുന്നു? അഥവാ നമ്മൾ ഒരു വസ്തുവിൻ്റെ ഷേപ്പിൽ മാറ്റം വരുത്തണം അല്ലേ, മാറ്റം വരുത്തിയിട്ട് അതിൻ്റെ ഫ്രിക്ഷന് റെഡ്യൂസ് ചെയ്യുക. അതിനുള്ള മാർഗം എന്ന് പറയുന്നത് ഏതാണ്? സ്ട്രീം ലൈനിങ് അല്ലെങ്കിൽ ധാരാരേഖിതമാക്കൽ എന്ന് പറയും, ധാരാരേഖിതമാക്കൽ. ഇനി 4, വശകത കൂടിയത് തന്നിരിക്കുന്നവയിൽ നിന്ന് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. വശകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാഗ്നറ്റിക് ഫീൽഡിനോട് അല്ലെങ്കിൽ ഒരു കാന്തത്തിനോട് തോന്നുന്ന ഒരു ആകർഷണത്തെയാണ് നമ്മൾ വശകത അല്ലെങ്കിൽ സസെപ്റ്റിബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള ഓപ്ഷൻസ് 1 പച്ചിരുമ്പും ഉരുക്കുമാണ്. അപ്പോൾ ഇവിടെ ഏതിനാണ് കൂടുതലുള്ളത്? പച്ചിരുമ്പിനാണ് കൂടുതലുള്ളത്, പച്ചിരുമ്പ് അല്ലെങ്കിൽ സോഫ്റ്റ് അയൺ. ഇനി 5, ഒരേ വലുപ്പമുള്ള 2 ഇരുമ്പാണികളെ വൈദ്യുതകാന്തമാക്കി മാറ്റിയത് ചുവടെ ചിത്രീകരിക്കുന്നു. അപ്പോൾ ഇവയിൽ ശക്തി കൂടിയ വൈദ്യുതകാന്തം ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ എന്താണ്? ഒരു ഇരുമ്പ് ആണി എടുത്തിട്ട് അതിൽ ഫോയിൽ ചുറ്റിയിട്ടാണ് ഉള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും കൂടുതൽ ഫോയിൽ ഉള്ളത് ഏതാണോ അതിനാണ് വൈദ്യുത ശക്തി കാന്തം. ഏറ്റവും കൂടുതൽ ശക്തി കൂടിയ വൈദ്യുത കാന്തം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഫോയിലുള്ളത് ഏതാണോ അതിനാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ ചിത്രം എക്കാണ് ഏറ്റവും കൂടുതൽ വൈദ്യുത കാന്ത ശക്തി ഉള്ളത്. ഓക്കെ, ഇനി 8 മുതൽ 13 വരെയുള്ള ചോദ്യങ്ങളിൽ നിന്ന് ഏതെങ്കിലും 5 എണ്ണത്തിന് ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, 6ാമത്തെ ചോദ്യം 8 മുതലല്ല 6 മുതൽ. 6ാമത്തെ ചോദ്യം, അതിൽ 2 ചോദ്യങ്ങളുണ്ട്. 1, ഒരു കോൺകേവ് ദർപ്പണത്തിന്റെ വക്രത ആരം 40 സെന്റിമീറ്റർ ആണ്. ഈ ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം കണക്കാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വക്രത ആരം നമുക്ക് തന്നിട്ടുണ്ട്, എത്രയാണ്? 40 ആണെന്ന്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഫോക്കസ് ദൂരം കണക്കാക്കുന്നത്? എങ്ങനെയാണ്? വക്രത ആരം അഥവാ വക്രത ആരത്തിന്റെ പകുതിയാണ് ഫോക്കസ് ദൂരം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എഴുതേണ്ടത് 1/2 1/2 × 40 എത്രയാണ്? ഹരിക്കണം 40 എത്രയാണ് കിട്ടും നമുക്ക്? 20 സെന്റിമീറ്റർ എന്ന് കിട്ടും. അഥവാ 40ന്റെ പകുതി ആയിരിക്കും ഫോക്കസ് ദൂരം എന്ന് പറയുന്നത്. ഓക്കെ, അത് മനസ്സിലാക്കി വെച്ചാലും മതി. വക്രത ആരത്തിന്റെ പകുതി ആയിരിക്കും ഫോക്കസ് ദൂരം. ഇനി 2ാമത്തേത്, വാഹനങ്ങളിൽ റിയർ വ്യൂ മിറർ ആയി ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണ്? കോൺവെക്സ് ദർപ്പണമാണ് അഥവാ കോൺവെക്സ് മിററാണ് നമ്മൾ ഉപയോഗിക്കുക. 7ാമത്തെ ചോദ്യം, ചുവടെ കൊടുത്ത കാന്തിക ധ്രുവങ്ങൾക്കിടയിലെ കാന്തിക ബലരേഖകൾ ചിത്രീകരിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ നോക്കേണ്ടത് ഈ കാന്തം തന്നിട്ടുള്ളത് ഏത് വശത്തുള്ളതാണെന്നാണ് നോക്കേണ്ടത്. ഇവിടെ രണ്ടും എന്താണ്? സൗത്ത് പോളാണ് അല്ലേ. 2 കാന്തത്തിൻ്റെയും സൗത്ത് പോൾ തമ്മിലാണ് തന്നിട്ടുള്ളത്, അഥവാ ദക്ഷിണ ധ്രുവമാണ്. നമുക്കറിയാം 2 സൗത്ത് പോൾ തന്നു കഴിഞ്ഞാൽ എന്താ അവിടെ സംഭവിക്കുക? അവിടെ കാന്തിക ബലരേഖകൾ വിഭജിക്കുന്നതായിട്ട് നമുക്ക് കാണാം. സൗത്തും നോർത്തും കൂടെ വരുമ്പോൾ മാത്രമേ അവിടെ ആകർഷിക്കുകയുള്ളൂ. ഇവിടെ വിഭജിക്കുന്നതായിട്ടാണ് കൂട്ടുകാർ വരയ്ക്കേണ്ടത്. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇതിൻ്റെ പിക്ചർ ഉണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് നോക്കാവുന്നതാണ്. ഇനി ഇതിലെ 2ാമത്തെ ചോദ്യം, കാന്തിക ബലരേഖകളുടെ 2 പ്രത്യേകതകൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്ക് എന്തൊക്കെ പ്രത്യേകതകൾ എഴുതാം? ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടല്ലേ. എന്താണ്? കാന്തിക ബലരേഖകൾ പരസ്പരം ഖണ്ഡിക്കുന്നില്ല. 2ാമത്തേത്, കാന്തങ്ങളുടെ സജാതീയ ധ്രുവങ്ങൾ അടുത്തു വരുമ്പോൾ ബലരേഖകൾ വശങ്ങളിലേക്ക് വളഞ്ഞു പോകുന്നതായിട്ടും നമുക്ക് കാണാം. 1, ബലരേഖകൾ പരസ്പരം ഖണ്ഡിക്കുകയില്ല. മറ്റൊന്ന്, കാന്തങ്ങളുടെ സജാതീയ ധ്രുവങ്ങൾ അടുത്തു വരുമ്പോൾ ബലരേഖകൾ വശങ്ങളിലേക്ക് വളഞ്ഞു പോകുന്നതായിട്ടും നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ ഈ 2 പോയിന്റ് നിങ്ങൾക്ക് എഴുതാം. ഇനി അടുത്ത ചോദ്യം നോക്കാം. 1 മീറ്റർ സ്കെയിലിലെ ലീസ്റ്റ് കൗണ്ട് 1 mm ആണ്. ഇനി
ചോദ്യം ലീസ്റ്റ് കൗണ്ട് എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് ലീസ്റ്റ് കൗണ്ട് 1 mm എന്ന് പറയുന്നത്? ഒരു അളക്കുന്ന ഉപകരണം ഉപയോഗിച്ച് അളക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ മൂല്യത്തെ അതിൻ്റെ ഏറ്റവും കുറഞ്ഞ അളവ് എണ്ണം എന്ന് വിളിക്കുന്നു. അതാണ് ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത്. എന്താണ്? ഒരു അളക്കുന്ന ഉപകരണം ഉപയോഗിച്ച് അളക്കാൻ കഴിയുന്നതിൻ്റെ ഏറ്റവും ചെറിയ മൂല്യമാണ്. ഓക്കെ, ഇനി ഇതിലെ ബി ചോദ്യം തന്നിരിക്കുന്ന അളവുകളെ അവയുടെ മൂല്യത്തിന്റെ അടിസ്ഥാനത്തിൽ ആരോഹണ ക്രമത്തിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് നമുക്ക് തന്നിട്ടുള്ളത്? നാനോമീറ്റർ, മൈക്രോമീറ്റർ, പിന്നെ സെന്റിമീറ്റർ, കിലോമീറ്റർ. അപ്പോൾ ഇത് എങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്? ഫസ്റ്റ് നാനോമീറ്റർ ആണ്. നാനോമീറ്റർ അത്രയും ചെറുതാണ് അല്ലേ, മൈക്രോ ആയിട്ട് വളരെ ചെറുതാണ് നാനോമീറ്റർ. അതിനുശേഷം മൈക്രോമീറ്റർ mm എന്നുള്ളതാണ്. പിന്നെ എഴുതേണ്ടത് സെന്റിമീറ്റർ cm ആണ്. പിന്നെ എഴുതേണ്ടത് കിലോമീറ്റർ. ഓക്കെ, km എന്നതാണ് കിലോമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കാം. 9ാമത്തെ ചോദ്യമാണ്. ചിത്രം നിരീക്ഷിക്കുക. ഇത് ഏത് ഉപകരണത്തിന്റെ ചിത്രമാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഇത് എന്തിന്റെ ഉപകരണമാണ്? ഇത് ഇലക്ട്രോസ്കോപ്പാണ്. എന്താണ്? ഇലക്ട്രോസ്കോപ്പാണ്. കാരണം ലോഹഗോളമുണ്ട്, ഗ്ലാസ് ചാറ്, ലോഹജാലകം, സ്വർണ്ണദളങ്ങൾ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഏതാണ്? ഇലക്ട്രോസ്കോപ്പ് എന്നതാണ്. ഇനി ഇതിന്റെ ബി എന്ന് പറയുന്നത് ചാർജ് ചെയ്ത ഒരു വസ്തു ഈ ഉപകരണത്തിലെ ലോഹഗോളത്തിൽ സ്പർശിച്ചാൽ എന്ത് നിരീക്ഷിക്കും? എന്താണ് സംഭവിക്കുക? ഇതിന്റെ അലുമിനിയം ഫോയിൽ വ്യതിചലിക്കും. അലുമിനിയം ഫോയിലിൽ ഒരു ഡൈവേഴ്ജൻസ് ഉണ്ടാവും, അഥവാ അതിനൊരു വ്യതിയാനം സംഭവിക്കും എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇനി ഇതിലെ 10ാമത്തെ ചോദ്യം നോക്കാം. ചുവടെ കൊടുത്ത സന്ദർഭങ്ങളെ ത്വരണം, മന്ദീകരണം എന്നിങ്ങനെ തരംതിരിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്തൊക്കെയാണ് ഇവിടെ തന്നിട്ടുള്ളത്? ഒന്നാമത് തന്നിട്ടുള്ളത് നിരപ്പായ തറയിൽ ഉരുളുന്ന പന്താണ്. പിന്നെന്താ പറഞ്ഞിട്ടുള്ളത്? സ്റ്റേഷനിൽ നിന്നും യാത്ര ആരംഭിക്കുന്ന ട്രെയിന്, അതുപോലെ മുകളിൽ എറിയപ്പെട്ട കല്ല് മുകളിലേക്ക് പോകുന്ന അവസരത്തിൽ, തെങ്ങിൽ നിന്നും താഴേക്ക് വീഴുന്ന തേങ്ങ. ഇത്രയുമാണ് തന്നിട്ടുള്ളത്. അപ്പൊ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ത്വരണം എന്ന് പറഞ്ഞാൽ അല്ലെ, എന്താണ് ത്വരണം എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ വസ്തുവിന്റെ വേഗത കുറയുമ്പോൾ ത്വരണം നെഗറ്റീവാണ് സംഭവിക്കുന്നത്. ഇത്തരത്തിൽ ത്വരിതപ്പെടുത്തലിനെയാണ് നമ്മൾ റിട്ടാർഡേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, റിട്ടാർഡേഷൻ എന്ന് മന്ദീകരണം എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, ഇനി ത്വരണം നെഗറ്റീവ് ആണെങ്കിൽ അതിനെ മന്ദീകരണം അഥവാ നെഗറ്റീവ് ത്വരണം എന്ന് വിളിക്കുന്നു. ഇനി ഇതിൽ ഏതൊക്കെയാണ് മന്ദീകരണം ഉള്ളത്, ഏതൊക്കെയാണ് ത്വരണം ഉള്ളത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഒന്നാമത്തെ നിങ്ങൾ നോക്കൂ. നിരപ്പായ തറയിൽ ഉരുളുന്ന പന്താണല്ലേ, നിരപ്പായ തറയിൽ ഉരുളുന്ന പന്താണ്. അപ്പൊ അവിടെ എന്താ സംഭവിക്കുന്നത്? അവിടെ നെഗറ്റീവ് എനർജി ഉണ്ടോ ഇല്ലയോ? മന്ദീകരണമാണോ അതോ ത്വരണമാണോ? എന്താണ് അവിടെ സംഭവിക്കുന്നത്? അവിടെ മന്ദീകരണമാണ് സംഭവിക്കുന്നത് അല്ലെ. ഇനി രണ്ടാമത്തേത് നോക്കൂ. സ്റ്റേഷനിൽ നിന്നും യാത്ര ആരംഭിക്കുന്നു. അവിടെ സംഭവിക്കുന്നത് എന്താണ്? ത്വരണമാണ്. മുകളിൽ എറിയപ്പെട്ട കല്ല് മുകളിലേക്ക് പോകുന്ന അവസരത്തിൽ, അപ്പോൾ അവിടെ മന്ദീകരണമാണ് സംഭവിക്കുന്നത്. ഇനി തെങ്ങിൽ നിന്നും തേങ്ങ താഴേക്ക് വീഴുന്നു. അവിടെ ത്വരണമാണ് സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് കൂട്ടുകാർ നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. ഓരോ എക്സാമ്പിൾ വെച്ചിട്ട് മനസ്സിലാക്കി വെക്കുക. ഇനി ഇതിലെ 11ാമത്തെ ചോദ്യം. ഭൂമിയുടെ ഉപരിതലത്തിൽ യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന വായു രൂപത്തിന്റെ ഭാരമാണ് അന്തരീക്ഷ മർദ്ദം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ ചോദ്യം പ്രമാണ അന്തരീക്ഷ മർദ്ദം എന്നാൽ എന്ത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് പ്രമാണ അന്തരീക്ഷ മർദ്ദം പറയുന്നത്? അഥവാ ഭൂമിയുടെ ഉപരിതലത്തിൽ സമുദ്രനിരപ്പിൽ യൂണിറ്റ് പരപ്പളവുള്ള വായു രൂപത്തിന്റെ ഭാരത്തെ ഒരു അന്തരീക്ഷ മർദ്ദമായി കണക്കാക്കുന്നു. ഇത് എത്രയാണ്? 0.76 ആണ്. 0.76 മീറ്റർ ഉയരവും യൂണിറ്റ് പരപ്പളവുമുള്ള രസയൂപത്തിന്റെ ഭാരത്തിന് തുല്യമായിരിക്കും. ഇതാണ് ഭ്രമണ അന്തരീക്ഷം മർദ്ദം എന്ന് പറയുന്നത്, അഥവാ സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത്. ഇനി അന്തരീക്ഷ മർദ്ദത്തിന്റെ യൂണിറ്റ് എന്താണ്? ബാർ ആണെന്ന് നമുക്കറിയാം. ഓക്കെ, ഇനി അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ബാരോമീറ്റർ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും നിങ്ങൾ ഇതിലൊന്ന് എഴുതി വെക്കുക. ഇവിടെ ചോദിക്കുന്നുണ്ട് അന്തരീക്ഷ മർദ്ദം അളക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിന്റെ പേര്. നമ്മൾ എഴുതുക ബാരോമീറ്റർ ആണ്. ഓക്കെ, ഇനി 12 നോക്കാനുള്ളത്. സമാനമായ 2 ബലൂണുകളിൽ ഒന്നിൽ ജലവും മറ്റേതിൽ മണ്ണെണ്ണയും തുല്യ അളവിൽ നിറക്കുന്നു. ഇതിൽ ഏതിലാണ് ജലം നിറച്ചിരിക്കുന്നത് എന്ന് നമ്മൾ കണ്ടെത്തണം. ഇതിൽ ഏതിലാണ് ജലം നിറച്ചിരിക്കുന്നത്? ഇതിൽ ബിയിലാണ് നിറച്ചിട്ടുള്ളത്.
ഇനി ഇതിൽ രണ്ടാമത്തെ ചോദ്യം ബലൂണുകളുടെ വികാസത്തിലുള്ള വ്യത്യാസത്തിന്റെ കാരണം എന്ത് എന്ന് ചോദിച്ചിട്ടുണ്ട്. അഥവാ നമ്മൾ ബി എന്ന് ഉത്തരം പറയാനുള്ള കാരണം കൂടെ നമ്മൾ പറയണം. എന്തുകൊണ്ടാണ്? മണ്ണെണ്ണയേക്കാൾ കൂടുതൽ സാന്ദ്രത വെള്ളത്തിനുണ്ട്. ദ്രാവകത്തിന്റെ സാന്ദ്രതയെ ആശ്രയിച്ചിരിക്കും ദ്രാവക സമ്മർദ്ദം. അതിനാൽ സാന്ദ്രത കൂടുതലുള്ള മർദ്ദവും വർദ്ധിക്കുന്നു. തുടർന്ന് ബലൂൺ വീർക്കുന്നു. അപ്പോൾ ഇവിടെ ബി ആണ് ബലൂൺ വീർത്തിട്ടുള്ളത്. അതിന് കാരണം എന്താണ്? മണ്ണെണ്ണയേക്കാൾ കൂടുതൽ സാന്ദ്രതയുള്ളത് വെള്ളത്തിനാണ്. 13ാമത്തെ ചോദ്യം പരസ്പരം കലരാത്ത 0.8 ഗ്രാം പെർ cm³ സാന്ദ്രതയുള്ള എ എന്ന ദ്രാവകവും 1 കിലോഗ്രാം cm³ സാന്ദ്രതയുള്ള ബി എന്ന ദ്രാവകവും ഒരു ബീക്കറിൽ എടുത്തിരിക്കുന്നു. ബീക്കറിലെ ദ്രാവകങ്ങളിൽ മുകളിൽ കാണപ്പെടുന്നത് ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ രണ്ട് സാന്ദ്രതയിലുള്ളതാണ്. അപ്പോൾ ഏതായിരിക്കും മുകളിൽ കാണുന്നത്? എ ആയിരിക്കോ ബി ആയിരിക്കോ? എ ആയിരിക്കും അല്ലേ. കാരണം വിശദീകരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് കാരണം? ഉയർന്ന സാന്ദ്രതയുള്ള ദ്രാവകങ്ങൾ എല്ലായ്പ്പോഴും താഴ്ന്ന ഭാഗത്ത് കാണപ്പെടുന്നു. എയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇവിടെ ബിക്ക് ഉയർന്ന സാന്ദ്രതയുണ്ട്. അതിനാൽ ബി താഴത്തെ പാളിയിലും എ മുകളിലെ പാളിയിലുമായിരിക്കും കാണപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ഇതുകൊണ്ടാണ് നമ്മൾ എ എന്ന ഉത്തരം പറഞ്ഞത്. ഇനി അടുത്തതായിട്ട് നോക്കാനുള്ളത് 14 മുതൽ 16 വരെയുള്ള ചോദ്യങ്ങളിൽ നിന്ന് ഏതെങ്കിലും രണ്ടെണ്ണത്തിന് ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ 14ാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. എ പ്രതിപതന രശ്മികളുടെ പാത ചിത്രീകരിച്ച് ചുവടെ കൊടുത്ത ചിത്രം പൂർത്തിയാക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് കൂട്ടുകാർ ടെക്സ്റ്റ് ബുക്കിന്റെ സഹായത്തോടു കൂടി ഒന്ന് ചെയ്തു നോക്കണം. ഇനി ബി പ്രതിബിംബത്തിന്റെ 2 സവിശേഷതകൾ എഴുതുക എന്ന് പറയുന്നുണ്ട്. എന്താണ്? ഒന്ന് യഥാർത്ഥമായിരിക്കും, വിപരീതമായിരിക്കും, വസ്തുവിനേക്കാൾ വലുതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് അതിന്റെ 2 സവിശേഷത എന്ന് പറയുന്നത്. 15 മനുഷ്യന് അസുഖകരമായ രീതിയിൽ ശബ്ദമുണ്ടാകുന്നത് ശബ്ദമലിനീകരണമാണ്. എ ശബ്ദമലിനീകരണം കൊണ്ടുള്ള 2 ദോഷങ്ങൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ശബ്ദമലിനീകരണം കർണപുടം തകരാറിലാക്കുന്നു. ഇത് മോശം ഏകാഗ്രതയ്ക്ക് കാരണമാകുന്നു. സമ്മർദ്ദം, ക്ഷീണം, ഉറക്കക്കുറവ് തുടങ്ങിയ നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇത് സൃഷ്ടിച്ചേക്കാം. ഇത് ജോലി സ്ഥലത്തെ ഉൽപാദനക്ഷമത കുറക്കുന്നു. അഥവാ നമ്മൾ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള ശബ്ദമലിനീകരണം ഉണ്ടാകുമ്പോൾ നമ്മുടെ കോൺസെൻട്രേഷൻ പോവും, ജോലി ചെയ്യാൻ നമുക്ക് താല്പര്യം ഉണ്ടാവില്ല. അതൊക്കെയാണ് ഇവിടെ ഉൽപാദനക്ഷമത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇതിലെ ബി ചോദ്യം ശബ്ദമലിനീകരണം കുറക്കാനുള്ള 2 മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും ശബ്ദമലിനീകരണം കുറക്കാൻ വേണ്ടിയിട്ട്? വാഹനങ്ങളിൽ നമുക്ക് എയർഫോണുകൾ ഉപയോഗിക്കുന്നത് ഒരു പരമാവധി വരെ നമുക്ക് കുറക്കാം അല്ലേ. ആവശ്യത്തിനും ആവശ്യമില്ലാതും ഒക്കെ ഹോൺ അടിക്കുന്നത് നമുക്ക് കുറക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ചെയ്യാവുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വാഹനങ്ങളുടെ സൈലൻസറുകൾ ശരിയാവാൻ വിധം പ്രവർത്തിക്കുന്നു എന്ന് ഉറപ്പുവരുത്താം. അതുപോലെ ഹോൺ ടൈപ്പ് ലൗഡ് സ്പീക്കറുകൾക്ക് പകരം ബോക്സ് ടൈപ്പ് ലൗഡ് സ്പീക്കറുകൾ ഉപയോഗിക്കാം. അതുപോലെ ഒരുപാട് കാര്യങ്ങളില്ലേ, രാവിലെ 6 മുതൽ 10 വരെ ശേഷം പൊതുസ്ഥലങ്ങളിൽ ഹോണുകളോ അതുപോലെ ലൗഡ് സ്പീക്കറോ ഉപയോഗിക്കുന്നത് നമുക്ക് ഒരു പരിധി വരെ ഒഴിവാക്കാൻ കഴിയും. അപ്പം അത്തരത്തിലൊക്കെ നമുക്ക് ശബ്ദമലിനീകരണം കുറക്കാൻ വേണ്ടി സാധിക്കും. ഇനി അടുത്ത ചോദ്യം 16 ഒരു വസ്തു പിയിൽ നിന്ന് ആറിലേക്ക് ക്യൂവിലൂടെ സമവേഗത്തിൽ സഞ്ചരിക്കുന്നു. സഞ്ചരിക്കാൻ എടുത്ത സമയം 10 സെക്കൻഡാണ്. ഓക്കെ, സഞ്ചാരപാതയുടെ ചിത്രം നിരീക്ഷിച്ച് ചുവടെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിലെ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് വസ്തുവിന്റെ വേഗം എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് നമ്മളിവിടെ വേഗം കണക്കാക്കുന്നത്? നമ്മൾ പഠിച്ചിട്ടുള്ളതാണല്ലേ വേഗം കണക്കാക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. എന്താണ്? ദൂരം ഡിവൈഡഡ് ബൈ സമയമാണ്. അപ്പോൾ ഇവിടെ ദൂരം എന്ന് പറയുന്നത് എത്രയാണ് നോക്കൂ. പ്യൂയിൽ നിന്ന് ആറിലേക്ക് എടുത്ത ക്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 320 അല്ലേ. അപ്പോൾ ഇവിടെ ദൂരം എന്ന് പറയുന്നത് 320. സമയം എന്ന് പറയുന്നതോ പിയിൽ നിന്ന് ആറിലേക്ക് എടുത്ത ഡയറക്റ്റ് അതാണ് 10 സെക്കൻഡ് നമുക്കിവിടെ തന്നിട്ടുണ്ട്. 10 സെക്കൻഡാണ് നമുക്കറിയാം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് 320 ഡിവൈഡഡ് ബൈ 10 അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 32 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. ഇനി അടുത്തതായിട്ട് ബി ആണ്. പ്രവേഗം, വേഗം എന്നിവയിൽ സദിശ അളവ് ഏതാണ്, എന്തുകൊണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ് പ്രവേഗം, വേഗം? ഇനി പ്രവേഗത്തിന് വ്യാപ്തിയും ദിശയും ഉണ്ട്, അതിനാലാണ് ഇത് സദിശ അളവ് എന്ന് പറയുന്നത്. അതേസമയം വേഗതയ്ക്ക് മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ, ദിശയൊന്നുമില്ല, അതിനാലാണ് ഇത് ഒരു അദിശ അളവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പ്രവേഗത്തിന് വ്യാപ്തിയും ദിശയും ഉള്ളത് കൊണ്ട് അതിനെ സദിശം എന്നും പറയുന്നു. എന്നാൽ വേഗതയ്ക്ക് അതിന്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ, പക്ഷെ അതിന് ദിശയോ അല്ലെങ്കിൽ
എന്താ പറയുക ദിശയില്ല, വ്യാപ്തിയില്ല, ഒന്നുമില്ല. അതുകൊണ്ട് നമ്മൾ അതിനെ അദിശ അളവ് എന്നും പറയുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നിങ്ങളുടെ ഫിസിക്സ് ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തു, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.